കുട്ടേട്ടൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് വൈകുന്നേരം സുനിയേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിക്കോടി ടൗണിലുണ്ടാവും നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നോന്ന് പറഞ്ഞതിനെ കൊണ്ട് മൂപ്പർ വണ്ടിയും കൊണ്ട് വന്ന് നമ്മൾ നേരെ അടുത്തേക്ക് എത്തി കല്യാണപ്പുരയിലെത്തി അടുത്ത് നേരെ ഞാൻ കുട്ടേട്ടനോട് പറഞ്ഞു നമ്മൾ കയറുകയല്ലേന്ന് കയറി കഴിഞ്ഞാൽ ചാടേണ്ട അടിപൊളിയിൽ ആരെ ഫോട്ടോ നമ്മൾ ആരോമലും സരിയൻ്റെ ഫോട്ടോ ഇങ്ങനെ നാല് അടിപൊളിയിൽ വെച്ചിക്ക് പിന്നെ എല്ലാം കൂടി സുനിയേട്ടൻ നമ്മൾ കയ്യൊക്കെ കൊടുത്തതിനെ ചാടുന്ന് കുറച്ച് തിരിഞ്ഞ് കളിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തുണ്ട് നമ്മളെ കുട്ടേട്ടൻ എന്നോട് വയ്ക്കുന്നത് പൈസ ഇടേ നമ്മൾ കൊണ്ടുവച്ചിടുകയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് തപ്പി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് തപ്പുന്ന സമയത്ത് നമ്മൾ പൈസ ഇടുന്ന സ്ഥലം കണ്ടിട്ടോ അവിടെ കണ്ടതിന് ശേഷം ഞാൻ കുട്ടേട്ടനെ നോക്കി ഇറന്നിട്ട് കാണുന്നില്ല കുട്ടേട്ടൻ ഉണ്ട് ആടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്നു മറ്റുള്ള ആൾക്കാർ എഴുതുന്ന നോക്കി എഴുതാമെന്ന് എനിക്ക് അന്നേരം തോന്നി ഞാൻ പറഞ്ഞു കുട്ടേട്ടൻ്റെ പേര് എഴുതേണ്ടിയ കുട്ടേട്ടൻ ഓല പേര് എഴുതിയാൽ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച മാതിരിയാവുന്നു അങ്ങനെയെല്ലാം കൂടി നമുക്കൊരു പാട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ അവിടെ അങ്ങനെ അടിപൊളിയുള്ള പാട്ടൊക്കെ കേട്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താക്കി ഒരു വീഡിയോ എടുത്ത് ചെക്കനുണ്ട് നന്നായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടേട്ടനോട് പറഞ്ഞു നമുക്ക് വരിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് കുട്ടേട്ടൻ നന്നായിട്ട് വരിക്കൊക്കെ നിന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നിന്ന് ശേഷം ഒരാളുണ്ട് എന്താക്കുന്നത് തലയിൽ പ്ലേറ്റും വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മുഖം ആരും കാണണ്ടാന്ന് അങ്ങനെയെല്ലാം കൂടി ഞാൻ നോക്കുന്ന പിന്നെ ഉണ്ട് മൂപ്പർ നന്നായിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കുമായം കൊയ്ക്കുന്നതിനോട്ട് കൊയിച്ചിട്ട് അങ്ങനെ തന്നെ തിന്നലോടെ തിന്നൽ തന്നെ അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല മക്കളെ അവിടെ ഒരു സീറ്റ് കിട്ടിയതിനെ കൊണ്ട് ഇവരൊക്കെ നിന്നേരം ഞാൻ ഇരുന്നങ്ങ് നിന്ന് പിന്നെ നോക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടോ പോകുന്ന സമയത്തുണ്ട് എൻ്റെ അമ്മോ പ്രമിത ടീച്ചറല്ലേ നമ്മൾ ബീന ടീച്ചറോട് നന്നായിട്ട് ഇങ്ങനെ തള്ളു കേട്ടോ ആ തള്ളൽ കേട്ട ഒരാടെ ആരെത്തി കുട്ടേട്ടനെത്തി അങ്ങനെ ഉണ്ട് മണിച്ചിത്രത്തായാലും സുരേഷ് ഗോപി നിൽക്കുന്നതിൻ്റെ തൊട്ട് മൂപ്പറുണ്ട് കുടയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മളെ പ്രമിത ടീച്ചർ പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവാണ് നിജി ചേട്ടനാണ് എന്താക്കുന്നത് പാട്ടൊക്കെ പാടുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഹാപ്പി വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോയി കിട്ടോ
രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം